രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ 1.5 മണിക്കൂർ പിന്നിടുമ്പോൾ ഇന്ത്യ സഖ്യത്തിന്റെ അപ്രതീക്ഷിത മുന്നേറ്റം. ആദ്യ മിനിറ്റുകളിൽ NDA മുന്നേറ്റമായിരുന്നെങ്കിലും പിന്നീട് ഇത് മാറിമറിയുകയായിരുന്നു. തുടക്കത്തിൽ BJP മുന്നേറിയെങ്കിൽ പിന്നീട് ഇന്ത്യ സഖ്യം നില മെച്ചപ്പെടുത്തുകയായിരുന്നു. ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടി ശക്തമായ മത്സരം കാഴ്ചവെക്കുന്നു എന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. ഇവിടെ 30ഓളം സീറ്റുകളിൽ ശക്തമായ SP ലീഡ് നേടി. കോൺഗ്രസ് 6 സീറ്റുകളിലും ലീഡ് ചെയ്യുന്നുണ്ട്. റായ്ബറേലിയും അമേഠിയിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മുന്നിലാണ്. ഒരു ഘട്ടത്തിൽ 6000-ലേറെ വോട്ടുകൾക്ക് മോദി പിന്നിൽ പോയി. വോട്ടെണ്ണൽ തുടങ്ങി ആദ്യ 100 മിനിറ്റിലും പിന്നിലായ മോദി പിന്നീട് 100 വോട്ടിന് മുന്നേറി. റായ്ബറേലിയിലാകട്ടെ രാഹുൽ ഗാന്ധി വിജയക്കുതിപ്പ് തുടരുകയാണ്. BJPയുടെ ദിനേശ് പ്രതാപ് സിംഗ് ആണ് പിന്നിൽ. അമേഠിയിൽ BJPയുടെ സ്മൃതി ഇറാനിയെ പിന്നിലാക്കി കോൺഗ്രസിന്റെ കിഷോരി ലാൽ ശർമ്മ മുന്നേറുകയാണ്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. അയോധ്യ സ്ഥിതി ചെയ്യുന്ന ഫൈസാബാദ് മണ്ഡലത്തിലും BJP സ്ഥാനാർത്ഥി പിന്നിലാണ്. 2019-ലെ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് UPയിൽ NDAക്ക് അടിത്തറ നഷ്ടപ്പെടുമെന്ന് ഉറപ്പ്. 2019-ൽ UPയിൽ NDA 64 സീറ്റ് നേടിയപ്പോൾ SP 5 സീറ്റും കോൺഗ്രസിന് 1 മാത്രമാണ് ലഭിച്ചിരുന്നത്. BSP 10 സീറ്റുകൾ നേടിയിരുന്നു. കേരളത്തിലും ലീഡ് നിലകൾ മാറിമറിയുകയാണ്. തിരുവനന്തപുരം, തൃശൂർ, വടകര സീറ്റുകളിൽ ശക്തമായ മത്സരമാണ് നടക്കുന്നത്. തൃശൂരിൽ സുരേഷ് ഗോപി ശക്തമായ മത്സരം നടത്തുന്നു. ഇവിടെ 10,000-ലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് സുരേഷ് ഗോപി ലീഡ് ചെയ്യുന്നത്. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.